പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതേസമയം ഭരണപക്ഷം അത് വളരെ വ്യക്തമായും വളരെ കൗശലത്തോടു കൂടി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാത്തരം ആരോപണങ്ങളും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഞാനിതിൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യം പറയാം. ഇന്നിപ്പോൾ ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. കേരളത്തിലെ ജനത അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 6 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ മലയോര കർഷകർ അനുഭവിച്ചു വന്നൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. നമ്മളൊക്കെ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ്, നമ്മുടെ ബ്രേക്കിംഗ് വാർത്തകളായ വിഷയമാണ്. എന്താണ്? സ്വന്തമായിട്ട് പതിച്ചു കിട്ടിയ ഭൂമി ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിനെ ക്രമപ്പെടുത്തുന്ന ഒരു ചട്ടം ഉണ്ടായിരുന്നില്ല ഇന്നേ വരെ. ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ചട്ടം അംഗീകരിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ തീരുമാനം വന്ന ദിവസമാണിന്ന്. ഇന്നത് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ വേണ്ടിയാണ് ആ പത്രസമ്മേളനം വിളിക്കുന്നത്. ആ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? കേരളത്തിൽ എത്രയെത്ര മലയോര കർഷകർക്ക് ഗുണകരമായൊരു പദ്ധതിയാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. എന്താണ് ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ടേക്ക്? ഇത് കേരളം ആയിരുന്നില്ലേ? ഈ യുദ്ധം കൊണ്ട് കേരള ജനത അറിയാതെ പോയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണത്.